തന്നെ കുറെ നാളുകൾക്ക് ശേഷമാണ് ഇന്ന് ഹർത്താൽ വരുന്നത്. അതുകൊണ്ട് ആ കൊറോണ വന്നതോടുകൂടി ഹർത്താലിന്റെ ആ ഒരു വില അങ്ങ് പോയായിരുന്നു. നമ്മൾ ഹർത്താൽ ദിവസം ഞങ്ങളെ എങ്ങനെ ബാധിച്ചു എന്നുള്ളതാണ് അല്ലേ. ഹർത്താലായിട്ട് നമുക്ക് എന്തായിരുന്നു പരിപാടി എന്നൊക്കെ നമ്മൾ ഈ വീഡിയോയിലൂടെ കാണിച്ചു തരാം. ഡേ ഇൻ മൈ ലൈഫ് എടുക്കല്ലേ. യെസ്, ഡേ ഇൻ മൈ ലൈഫാണ് കേട്ടോ. ഷവ്നയുടെ ആട് ജീവിതം. അയ്യോ, ഹർത്താല് മനോഹരമാക്കണമെന്ന് പറഞ്ഞപ്പോ ഇത്രയും മനോഹരാവാതെ അറിഞ്ഞില്ല. എന്റെ പൊന്നേ. എടാ, ഞാൻ വിചാരിച്ച സംഭവം ഹർത്താലായോണ്ട് നമ്മൾ മാത്രമേ കാണൂല്ലെന്ന്. ഇവിടെ ഒന്ന് നോക്കിയാൽ പക്ഷെ എന്റെ പൊന്നേ, ഇത് കണ്ട ഫുള്ള് ആൾക്കാർ കേട്ടാ. എല്ലാരും ഹർത്താൽ ആഘോഷിക്കാനായിട്ട് വന്നേക്കുന്നു കണ്ടാ. ഇവിടെ നിന്ന് സൈഡ് ഓരം ഇങ്ങനെ പോയി വെള്ളച്ചാട്ടത്തിന്റെ അകത്ത് കയറി കുളിക്കാൻ പറ്റും. അതാണ് ഇവിടുത്തെ പ്രത്യേകത. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു യുവർ യൂട്യൂബ് ചാനൽ. കോട്ടൂറിനുണ്ട് രാവിലെ തന്നെ ഉള്ള ഉറക്കത്തിൽ നിന്ന് പൊക്കിയെടുത്ത് നടക്കാനായിട്ട് കൊണ്ടുവന്നിട്ടാ. ഇന്ന് ഹർത്താലില്ല, ഇങ്ങനെ വേറെ പണിയൊന്നുമില്ല. അപ്പോൾ നമ്മൾ കാണിക്കുകയാണ് ഈ വാഴകൾക്കിടയിലൂടെ ഞാൻ ഈ വാഴയോടൊപ്പം നടന്ന് നീങ്ങുകയാണ്. ഇവിടെ കണ്ട ഫുള്ള് വാഴയും മരിച്ചീനിയൊക്കെയാണ് കേട്ടോ. ഇതാണ് നമ്മുടെ നാട്. വാഴ കൃഷി കാണാൻ വേണ്ടി നമ്മൾ രാവിലെ തന്നെ. എവിടെ വിലയില്ലാത്ത ചക്ക? ആ, ഇലയില്ലാത്ത പ്ലാവില് കുറേ ചക്ക. അത് അവര് വെട്ടി കോതിയതാണെന്ന് തോന്നുന്നു. അപ്പൊ നമുക്ക് ഇങ്ങോട്ടാണോ ഇങ്ങോട്ടാണോ? നമ്മൾ കുറെ നേരമായില്ല നടക്കാൻ തുടങ്ങിയിട്ട്. ഇനി നമുക്ക് വീട്ടിൽ പോവാം. ഇന്ന് നമുക്ക് കള്ള നടത്തം നടക്കാം. ഓക്കെ ഓക്കെ. നമ്മൾ പരസ്പരം ഇങ്ങനെയാണ്. നമ്മൾ കുറച്ച് ദൂരമൊക്കെ നമ്മൾ നടന്നിട്ട് നമ്മൾ കള്ളപ്പണി ചെയ്യും. നേരെ ഇങ്ങ് വീട്ടിലോട്ട് പോകും. നോക്കിയാണ് നടക്കണമൊക്കെയാണ്. കൈയൊക്കെ വീശി ചുമ്മയുണ്ട്. ചുമ്മതാ ഇപ്പോഴാണ് ഇത്രയും നേരം നടന്നതിൽ കൈ വീശി നടക്കുന്നത്. കാരണം ഇത്രയും നേരം കള്ള നടത്തുമായിരുന്നു. ഉറങ്ങിയാണ് നടന്നത്. ഇനിയിപ്പം ഞാനെനിക്ക് കൈ വീശി നടക്കാം. അപ്പൊ എന്തായാലും നമുക്കിനി സൂപ്പർ സ്ഥലമാണ് കേട്ടോ. നമ്മുടെ സ്ഥലം എന്ന് പറയുന്നത് ഭയങ്കര സൂപ്പറാണ്. ഭയങ്കര പ്രകൃതി രമണീയമായ ശാലീനത തിങ്ങി നിറഞ്ഞ കേരളത്തിലെ ഒരു ഭാഗമാണ് നമ്മുടെ വെഞ്ഞാറമ്മൂട് കേട്ടോ. നോക്കിയാണ് ഫുള്ള് കാടും മലകളും ഒക്കെയാണ്. മലയൊന്നുമില്ല, തെങ്ങും വാഴയും ഒരുപാട് വാഴകളുള്ള നാടാണ്. നോക്കിയാണ് കപ്പക്കൊലയൊക്കെ ഇരിക്കുന്നുണ്ട്. അത് ആർക്കും വേണ്ടേ. എൻ്റെ പണ്ടത്തെ സ്വഭാവം വരുന്ന ഞാൻ ഇപ്പോൾ വെട്ടിക്കൊണ്ട് പോയായിരുന്നു. അപ്പോൾ പോയാലേ നമുക്ക്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയണതേ നമ്മൾ ഹർത്താൽ ദിവസം ഞങ്ങളെ എങ്ങനെ ബാധിച്ചു എന്നുള്ളതാണ് അല്ലേ. ഹർത്താലായിട്ട് നമുക്ക് എന്തായിരുന്നു പരിപാടി എന്നൊക്കെ നമ്മൾ ഈ വീഡിയോയിലൂടെ കാണിച്ചു തരാം. ഡേ ഇൻ മൈ ലൈഫ് എടുക്കല്ലേ. യെസ്, ഡേ ഇൻ മൈ ലൈഫാണ് കേട്ടോ. അപ്പോൾ എന്തായാലും രാവിലെ ഉറക്കണിച്ച് നമ്മൾ നടക്കുകയാണ്. എന്തായാലും നമുക്ക് 2 വഴികളുണ്ട്. ഇതിലേ പോയ ഷോർട്ട് കട്ടാണ്, ഇതിലേ പോയാൽ പെട്ടെന്നെത്തും. നമുക്ക് ഷോർട്ട് കട്ട് വഴി പോവാം അല്ലേ. അപ്പം നമുക്ക് ഷോർട്ട് കട്ട് വഴി പോവാം. ഇന്ന് പെട്ടെന്ന് വീട്ടിൽ പോവാം. ഹർത്താലല്ലേ, നേരത്തെ നടന്നിട്ട് വീട്ടിൽ പോയിട്ട് കിടന്നുറങ്ങാം ചുമ്മാ. അപ്പം നമുക്കിന്ന് ഡേ ഇൻ മൈ ലൈഫ് ആയിട്ട് നീ എന്തിനാണെന്ന് പരിപാടി? ഒരു പരിപാടി ഇല്ലേ പിന്നെ? അതന്നെ. ഇന്ന് നമ്മള് കല്യാണം കഴിഞ്ഞിട്ട് ഇപ്പൊ ഏകദേശം 1.5 വർഷമാവും അല്ലെ. 1.5 വർഷം ആയെങ്കിലും ഞാൻ ഒരു ഫുൾ ഡേ അവളെ വീട്ടില് നിന്നിട്ടില്ല കേട്ടോ ഇതുവരെ അല്ലേ. അത് വേറൊന്നും കൊണ്ടല്ല, നമ്മളെ വീട് അടുത്തടുത്താണ് കേട്ടോ. അപ്പൊ ആകെ കല്യാണത്തിന്റെ അന്ന് നമ്മള് നൈറ്റ്, കല്യാണത്തിന്റെ അന്ന് പെണ്ണ് വീട്ടിലായിരിക്കുമല്ലോ. അപ്പൊ അന്ന് നിന്നിട്ട് പിറ്റേന്ന് രാവിലെ 11 മണിയായപ്പോ വീട്ടിൽ പോയി അല്ലേ. പിന്നെ എപ്പോ വന്നാലും ഒരു സമയമാകുമ്പോൾ വല്ല ആവശ്യം ഉണ്ടെങ്കിൽ വീട്ടിൽ കയറി വരും. എന്നിട്ട് തിരിച്ച് എൻ്റെ വീട്ടിൽ ഇറങ്ങിപ്പോകും. ഞാൻ എൻ്റെ വീടും എവളെ വീടും തമ്മിലുള്ള ഡിസ്റ്റൻസ് ഒക്കെ ഞാൻ ഈ വീഡിയോയിൽ കാണിച്ചു തരാം കേട്ടോ. അപ്പൊ ഇന്നെന്തായാലും വേറെ പണിയൊന്നുമില്ല. പെണ്ണുകാണൽ വീഡിയോ ഉണ്ട് കേട്ടോ. അത് അയ്യോ ഫുള്ള് കാടാണ് കേട്ടോ. ഈ കാട്ടിൽ കൂടെ നമ്മൾ വഴി വെട്ടി വേണം പോവാൻ. നോക്കിയൊക്കെ വാ, അല്ലേ വല്ല പാമ്പാ ചേരേ പുലിയൊക്കെ വന്ന് ചാടിയ നിന്നെ കൊണ്ടങ്ങ് പോകും. അപ്പം എന്തായാലും പറഞ്ഞതേ. അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് അതാണ് കേട്ടോ. അപ്പം ഇന്ന് ഞാൻ ഒരു ദിവസം ഫുള്ള് എവളെ എൻ്റെ ഭാര്യ വീട്ടിൽ സ്പെൻഡ് ചെയ്യാന്ന് വിചാരിച്ചു കേട്ടോ. അത് കുഴപ്പമില്ല, നമുക്ക് അതുവരെ ഉള്ളൂ. നീ വാട ഇങ്ങോട്ട്. ഇതൊക്കെയല്ലേ ഒരു അഡ്വഞ്ചർ ട്രിപ്പ്. പാമ്പ് അടിക്കണമെങ്കിൽ നമ്മൾ നേരെ കൊണ്ടങ്ങ് പോകും. അപ്പം നമുക്ക് ഇന്നത്തെ ദിവസം ഫുള്ള് ഭാര്യ വീട്ടിൽ സ്പെൻഡ് ചെയ്യുന്നതാണ് പരിപാടി. അപ്പോൾ മാമായും മാമിക്കൊക്കെ ഹോട്ടലാണ്. അപ്പോൾ അവരും പട്ടിയൊക്കെ കടിക്കുന്നത്, പട്ടിയൊക്കെ കുറയ്ക്കുന്നത്. നമുക്ക് തിരിച്ചു പോയാലോ?
തന്നെയല്ലേ? ഇവിടെ ഭയങ്കര കാടാടേ. വേണ്ട, റിസ്ക് എടുക്കണ്ടതാ. തിരിച്ചു അട്ടയില്ലേ, വേറൊന്നും അല്ലല്ല. ഇതാണ് നമ്മളെ നാട്ടിലെ 1000 കാലട്ട. നിങ്ങളെ നാട്ടിൽ എന്താണ് പറയുന്നത്? കമന്റ് ചെയ്യണേ. അപ്പം നമുക്ക് എന്തായാലും നേരെ പോവാം. നമുക്ക് വഴി തിരിച്ച് നമ്മൾ വിടുകയാണ് കേട്ടോ. വഴി തിരിച്ച് വിട്ടിട്ട് നമുക്ക് വീട്ടിൽ ചെന്നിട്ട് വേറെ പട്ടിയും പാമ്പൊന്നും കടിച്ചില്ലെങ്കിൽ വീട്ടിൽ ചെന്നിട്ട് ബാക്കി വീഡിയോ കാണാം കേട്ടോ. അപ്പോൾ ഓക്കെ, വെയിറ്റ് ആൻഡ് സീ. പട്ടിയും പൂച്ചയൊക്കെ വന്ന് മുള്ളിയിട്ട് പോണ വെള്ളമാണ് ഇവിടെ കയറുക. എവിടെ വെള്ളം കണ്ടാലും അപ്പ ചാടി ഇറങ്ങും. അതാണ് സ്വഭാവം. പക്ഷെ വീട്ടിൽ നിന്ന് കുളിക്കൂല. വല്ല തോട വല്ല ആറൊക്കെ കണ്ട ചാടി ഇറങ്ങും. ഞാൻ പറഞ്ഞ ഒന്നൊന്നും ആയിരിക്കില്ല. അടുത്തത് പോണേ ഉള്ളു കേട്ടാ. നമ്മൾ അവിടെ നിന്നെ കണ്ട പോയാ ലൈൻ കമ്പിയിലിരിക്കണ. ഇവിടെ ഇഷ്ടംപോലെ തത്ത ഉണ്ട്. ഇവിടെ എന്റെ തത്ത പറഞ്ഞു ഈ തത്താളോടെ പോയാ കൊള്ളാം. നീ തത്തേന അവസ്ഥയല്ലേ? ഫോറസ്റ്റുകാരുണ്ട നിന്നെ പിടിച്ചോണ്ടു. എനിക്ക് കളഞ്ഞു കിട്ടിയതാ. തത്ത എന്തിനു കളഞ്ഞിട്ടെ? അതിങ്ങനെ നമ്മളിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് നടക്കാൻ വരും കേട്ടോ. അപ്പൊ ഇവിടെ ഒരു കോമഡി ഉണ്ടായിട്ടുണ്ട്. എടാ ഈ ശബനായി വേണ്ട, ഈ വീട്ടിലെ പട്ടി ഉണ്ടല്ലോ, ഇവിടെ ഓട്ടിച്ചിട്ട് കടിക്കാൻ വന്ന്. കടിക്കാനായിട്ട് വന്നില്ലേ? ഞാനാണ് രക്ഷപ്പെടുത്തിയത്. ഞാൻ ഓടി കമ്പും മണ്ണൊക്കെ കൊണ്ട് ആന അറിഞ്ഞിട്ട് കൊടുത്തു. ഇവിടെ കണ്ടിട്ട് ഏതോ കോഴിയാണെന്ന് മനസ്സിലായി അതിന്. അങ്ങനെ ഇത് ഓട്ടിച്ചിട്ട് കടിക്കാനായിട്ട് വന്നു. അങ്ങനെ ഞാൻ ചാടി വീണ് ഞാൻ രക്ഷപ്പെടുത്തി. അല്ലേടി? അന്നത്തെ ഹർത്താൽ ചെറിയ രീതിയിലൊക്കെ ആൾക്കാരെയൊക്കെ ബാധിക്കുന്നു. തന്നെ കുറെ നാളുകൾക്ക് ശേഷമാണ് ഇന്ന് ഹർത്താൽ വരുന്നത്. അതുകൊണ്ട് ആ കൊറോണ വന്നതോടുകൂടി ഹർത്താലിന്റെ ആ ഒരു വില അങ്ങ് പോയായിരുന്നു. പക്ഷെ കുറെ നാളുകൾക്ക് ശേഷം ഇന്ന് ഹർത്താൽ വന്നു. ചെറിയ രീതിയിലൊക്കെ വാഹനങ്ങളൊക്കെ പോകുന്നുണ്ട്. അന്നത്തെ ഹർത്താൽ ചെറിയ രീതിയിലൊക്കെ ആൾക്കാരെയൊക്കെ ബാധിക്കുന്നു. തന്നെ കുറെ നാളുകൾക്ക് ശേഷമാണ് ഇന്ന് ഹർത്താൽ വരുന്നത്. അതുകൊണ്ട് ആ കൊറോണ വന്നതോടുകൂടി ഹർത്താലിന്റെ ആ ഒരു വില അങ്ങ് പോയായിരുന്നു. പക്ഷെ കുറെ നാളുകൾക്ക് ശേഷം ഇന്ന് ഹർത്താൽ വന്നു. ചെറിയ രീതിയിലൊക്കെ വാഹനങ്ങളൊക്കെ പോകുന്നുണ്ട്. എന്താ ചെറിയ രീതിയിൽ വണ്ടികളൊക്കെ പോകുന്നുണ്ട്. ഇതാണ് നമ്മുടെ ഹോട്ടൽ കേട്ടോ. ഇതാ കാണുന്നതാണ് നമ്മുടെ മദീന ഷോപ്പി തുണിക്കട. പക്ഷെ അഭിനവരെ ആവശ്യ സാധനങ്ങളൊക്കെ ഉണ്ട്. അതപ്പോ പാല്, മീന് പോലുള്ള കാര്യങ്ങളൊക്കെ ഹർത്താലിൽ നിന്ന് ഒഴിവാക്കും. ഇറക്കണം അതാണ് ഉദ്ദേശിച്ചത്. രാവിലെ ഒന്നും എണീക്കില്ല, അതുകൊണ്ടാണ്. മീൻ മേടിക്കാനൊന്നും ഇതുവരെ പോയിട്ടില്ല, അതുകൊണ്ടാണ് കേട്ടോ. അല്ല സംഭവമേ ആവശ്യ സാധനം. ഇതാണ് നമ്മുടെ പ്രകൃതി രമണീയമായ സ്ഥലം. എങ്ങനെയുണ്ട്? കണ്ട സൂര്യോദയം നോക്കിയാണ്. സൂര്യനെ കുതിച്ചിട്ട് മണിക്കൂറായെങ്കിലും കണ്ട നല്ല രസമുണ്ടല്ലേ സൂര്യനെ കുതിച്ചു പറഞ്ഞ കാണാനായിട്ട്. പിന്നെ ഏതാണ്ട ഇതൊക്കെ കണ്ട പണ്ടേ അത്തയിടാൻ വേണ്ടി ചാക്കണക്കിന് തള്ളി മറിക്കണേനൊക്കെ ഞാൻ പറഞ്ഞില്ലേ അവള് ഭയങ്കര തള്ളാണ്. ഇപ്പൊ മനസ്സിലായല്ലേ? ഇതാണ് കവറില് സൂപ്പർ പൂവാണ്. സൂര്യ അത് പറിച്ചാ ഒരിക്കലും ഒരു പൂ നമ്മൾ പറിക്കാൻ പാടില്ല. എന്നാലും പറിച്ചോ ചെവിയിൽ വെച്ചോണ്ട് നടക്കണം. ഇപ്പൊ കറക്റ്റ് മറ്റേ ബന്ധത്തിൽ പിള്ളേരായി. ബാ പോവാ. കണ്ട ഇനി നമുക്ക് വീട്ടിൽ പോവാം. നമ്മളെ വീട് തോ ഇല്ലല്ലോ അങ്ങാണ് കേട്ടോ. അപ്പോഴാ നീ അല്ലേടി കുറച്ച് നേരത്തെ വെള്ളത്തിന് എന്തിനാ ചെയ്യലെന്നൊക്കെ പറഞ്ഞു. വെള്ളം നമ്മൾ സംരക്ഷിക്കണമെന്നാണ് നമ്മളെ വെറ്റ്ലാൻഡൊക്കെ നമ്മൾ സംരക്ഷിക്കണം. അപ്പൊ പോവാ. സംരക്ഷിച്ചില്ലെങ്കിൽ എന്ത് പറ്റും? ഇവിടെ വേസ്റ്റ് കൊണ്ടിടുമായിരുന്നു. എല്ലാവരുടെ പരാതി എടുത്ത് നീ ഇത്തിരി അങ്ങോട്ട് പോയാണ്. ഇവള് ഫുള്ള് പ്രശ്നം ഉണ്ടാക്കി വീഡിയോയില് കൂടെ വീട്ടില്. അപ്പൊ നമ്മള് നടന്ന് ഫൈനലി എന്റെ വീട്ടിലെത്തിയിട്ടുണ്ടേ. സിംബ അവിടെ ഒളിച്ചിരിക്കുകയാണേ. സിംബ നല്ല ഗുഡ് ബോയ് ആണ്. ഹായ്. അവൻ രാവിലെ തന്നെ ഉറക്കെണീക്കും. കണ്ട ഡാഡിയും രാവിലെ ഉറക്കെണീച്ചു. കണ്ട നമ്മളെ അലപ്പുകെട്ട് പറഞ്ഞ ഇറ്റ്സ് ചായ ടൈം. ഇവിടെ നമ്മളെ പൂക്കീനെ കാണിച്ചു തരാം കേട്ടാ. ഇതാണ് നമ്മളെ പൂക്കി. പൂക്കി ഭയങ്കര കുഴപ്പമാണ്. ഇപ്പൊ വലുതായപ്പോ നമ്മളെയൊന്നും വേണ്ട. ഭയങ്കര കുഴപ്പമാണ്. ഇപ്പൊ നമ്മളെയൊന്നും ഇഷ്ടമൊന്നുമല്ല. ചുമ്മാ പറയടേ, ചുമ്മാ ഇല്ലേ.
ഇഷ്ടമൊന്നും അല്ല, ഭയങ്കര കുഴപ്പം. മുടിയൊക്കെ കണ്ട സ്റ്റൈലിന് വെട്ടിയപ്പോഴേ നമ്മളെയൊന്നും ഇഷ്ടമല്ല അവക്ക്. ഇഷ്ടമാണ് കേട്ടോ, ഭയങ്കര ഇഷ്ടമാണ്. നമ്മള് പൂക്കിയും നമ്മളെല്ലാരും കൂടി ഇടിയപ്പം കഴിക്കുകയാണേ. പൂക്കിയാണ് ഇത്, നമ്മളെ പൂക്കി. അപ്പൊ എന്നെ പിന്നെയും പറ്റിച്ചു. എന്റെ വീട്ടിൽ നിന്ന് നിൽക്കുമെന്ന് പറഞ്ഞിട്ട് ഇത്രയും നേരം എത്ര മണി? 9 മണി. കാപ്പിയൊക്കെ കുടിച്ചിട്ട് അടുത്ത് എന്റെ വീട്ടിലോട്ട് പോണ്. അപ്പൊ നമുക്ക് നടന്നു പോകത്തൊക്കെ ദൂരേ ഉള്ളൂ. അതാണ് നമ്മളിങ്ങനെ നടന്നു പോണത് കേട്ടോ. നമ്മളെ നൈസിനെ പറ്റിച്ച് എങ്ങനെയൊക്കെയാണ് ചാടിയത്. ഇത് നമ്മളെ ഗ്രാൻഡ് ഫാദർ അത്ര സൗഭാഗ്യമുള്ള കാപ്പിയാണ് കേട്ടോ. കണ്ട, ഇതാണ് എൻ്റെ വീട്. കണ്ട, ഇതാണ് ശബനാരെ വീട് കേട്ടോ. ഇത് ചെറിയൊരു അമ്പലം, ചെറിയൊരു കാവ്. ഇതാ ബാക്കിൽ കാണുന്നുണ്ട, ഇതാണ് ശബനാര വീട്. അപ്പോൾ നമ്മളെ വീടുകൾ തമ്മിൽ ഇത്ര ദൂരേ ഉള്ളൂ. സോ ട്രാവൽ എക്സ്പെൻസ് ഒന്നും ഇല്ലല്ലേ. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഞാൻ ഇവിടെ വളച്ചതാണെന്ന്. പക്ഷെ അങ്ങനെയല്ല, ഇവളാണ് എന്നെ വളച്ചത്. അപ്പോൾ ഇന്നിനി എന്തിനാണ് പരിപാടി? കാപ്പി അവിടെ നിന്ന് കുടിച്ചിനി ഉച്ചയ്ക്ക് ലഞ്ച് ഇവിടെ നിന്ന് കഴിക്കാം. അതാണ് പരിപാടി. ഉച്ചയ്ക്ക് 1:45. അതാണ് നമ്മള് കാപ്പി എന്തായാലും അവിടെ നിന്നായിരുന്നു. അപ്പൊ ഹർത്താൽ ഊണ് ഇവിടെ നിന്ന് കേട്ടോ. ഞാനാണ് അരിഞ്ഞു കൊടുത്തത്. ചീര ഞാനാണ് അരിഞ്ഞു കൊടുത്തത്. ചീര ഇതാ അപ്പൊ ശരി. അപ്പൂസ് എങ്ങനെ ഉണ്ടോ ശവൻ ഉണ്ടാക്കിയ തൈര് കറി? കൊള്ളൂലേ? വകയ്ക്ക് കൊള്ളൂലേ? ഡീമോട്ടിവേറ്റ് ചെയ്തേ. ശവനെ എന്നെ കുടിച്ചു നോക്കിയിട്ട് കൊള്ളൂലെന്ന് പറയുന്നത്. അപ്പൊ പിന്നെ ബാക്കിയുള്ളൊരു കാര്യം അല്ല, കൊള്ളൂല. കണ്ടാ മുഖത്ത് എക്സ്പ്രഷൻ നോക്കിയാൽ അങ്ങനെ ഹർത്താൽ നമുക്ക് കൂടുതൽ ഫണ്ണാക്കാം. നമ്മളെ പണ്ടത്തെ കുറച്ച് ഫോട്ടോസ് കുത്തിപ്പൊക്കെയാണ്. മാമ ഇവിടെ ഇരുന്ന് പണ്ടത്തെ കുറച്ച് ഫോട്ടോസ് കുത്തിപ്പൊക്കെയാണ് എല്ലാരെയും കൂടെ ഉള്ളത്. അണ്ട ഈ പച്ച ഡ്രസ് ഇട്ടേക്കുന്ന ആളിനെ മനസ്സിലായ ആർക്കെങ്കിലും? എത്ര ക്ലാസ്സിലടാ ഇത്? അല്ല, ഉറക്കത്തിന്ന് എണീച്ചെന്നിരിക്കണ കുത്തിയിരിക്കണ. അപ്പൂസും മാമായും ശവന. ഇങ്ങനെ ഇരുന്ന് നീ എന്ന് അറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ അപ്പൊ തന്നെ ഒഴിവാക്കിയായിരുന്നു. ഫാമിലി ഫോട്ടോ. പണ്ട് മാമ കിടല് വരുന്ന കേട്ടാ. മിസ്റ്റർ പെർഫെക്റ്റ് അറ്റൻഷനാണ്. മസിലൊക്കെ പിടിച്ചിരിക്കുന്നു. എത്ര മാലയിട്ട് നിക്കണം നോക്കിയാണ് അപ്പൂസ്. ഇപ്പൊ ഭീകര ലുക്കുള്ള അപ്പൂസാണ്. അന്ന് കൃഷ്ണന്റെ ലുക്ക്. അയ്യോ ശവനാര കുട്ടൻ. അയ്യോ ശവനാര കുട്ടനും കുട്ടിച്ചു. ശവനാരുടെ ആട് ജീവിതം. അയ്യോ കണ്ട പണ്ടത്തെ ഗൾഫ് ജീവിതം. മാമ പണ്ട് ഒടുക്കത്തെ ലുക്കായിരുന്നു കേട്ടോ. റിജയെ കണ്ടോളൂ. റിജ മാമാരെ വാപ്പയാണ്. മാമാരെ വാപ്പ റിജ. പണ്ടേ റിജ കരിയൊക്കെ വരച്ച്. കൃഷ്ണൻ. അയ്യോ റിജ ഇതൊക്കെ കണ്ട എന്നെ നാളെ വന്ന് എടുത്തിട്ട് ഇടിക്കുള്ളു. റിജയുടെ ഒരു എക്സ്പ്രഷൻ ഉണ്ട്, വായിക്കോളേ. അയ്യോ ഹർത്താല് മനോഹരമാക്കണമെന്ന് പറഞ്ഞപ്പോ ഇത്രയും മനോഹരാവാന്ന് അറിഞ്ഞില്ല. എന്നാ പൊന്നേ, എന്തരടാ ഇത്? പൊടി തട്ടിണിക്കോ ഷാന്റെ ലുക്ക് ഉണ്ട് അന്നത്തെ. വൈകിട്ട് 4:40. അപ്പൊ നമ്മള് ഊണൊക്കെ കഴിഞ്ഞ് വൈകുന്നേരമായി കേട്ടോ. വൈകുന്നേരമായി നമ്മള് ഹർത്താൽ ടൂർ ആഘോഷിക്കാനായിട്ട് പോവുകയാണ്. കണ്ട എല്ലാരും ഉണ്ട്. കണ്ട നമ്മളെങ്ങോട്ടാണ് പോണ? നമ്മള് മീൻമുട്ടിയാണ് പ്ലാൻ കേട്ടോ. ഊട്ടി കൊടൈക്കനാലൊന്നുമല്ല, മീൻമുട്ടി.
നമ്മളിവിടെ അടുത്തുള്ള കല്ലറ മീൻമുട്ടിയിലോട്ട് പോവേണേ. ഇനി സമരക്കാരെങ്ങാനും പിടിക്കും എന്തോ അടിയും കിട്ടും. നമുക്ക് എസ്കേപ്പ് ആവാം. വീട്ടിമായും ഉണ്ട് കേട്ടോ, വേണ്ട മാമിയുണ്ട്. അപ്പൊ നമ്മളെല്ലാരും കൂടെയാണ് പോണത്. മിക്കവാറും സമരക്കാരനും പിടിക്കണമെങ്കിൽ കോമഡി ആയിരിക്കും കേട്ടോ. അതെ, നമ്മൾ വൈകുന്നേരമാണ് പോണത്. ഇപ്പം എല്ലാം സമയം ഹർത്താലൊക്കെ ഏകദേശം പൂർത്തിയായി. അപ്പൊ അതിനുശേഷമാണ് നമ്മൾ പോണത് കേട്ടോ. ഫൈനലി നമ്മളിവിടെ എത്തി കേട്ടാ. ഞാൻ വിചാരിച്ച സംഭവം ഹർത്താലായതുകൊണ്ട് നമ്മൾ മാത്രമേ കാണൂല്ലെന്ന്. ഇവിടെ ഒന്ന് നോക്കിയും പക്ഷെ എൻ്റെ പൊന്നെ, ഇത് കണ്ട ഫുള്ള് ആൾക്കാർ കേട്ടാ. എല്ലാരും ഹർത്താൽ ആഘോഷിക്കാനായിട്ട് വന്നേക്കുന്നു. മുട്ടൻ തിരക്ക്. അയ്യോ, വണ്ടികളെ കണ്ട അങ്ങ് പണയിൽ കൊണ്ട് ഒതുക്കിയിട്ടിട്ടാണ് നടന്നു വരാനായിട്ട്. എല്ലാരും ഹർത്താൽ ഇവിടെയാണ് ആഘോഷിക്കുന്നത് കേട്ടാ. കണ്ട, ഇതാണ് നമ്മുടെ കല്ലറ ഉള്ള മീൻമുട്ടി പാറ അല്ലേ. അടുത്ത ഹർത്താലിനെങ്കിൽ നിങ്ങൾക്ക് ആഘോഷിക്കണമെന്നുണ്ടെങ്കിൽ മീൻമുട്ടിയിലോട്ട് വന്നു കേട്ടോ. ഭയങ്കര തിരക്ക്, നല്ല രസമുണ്ട് കാണാനായിട്ട്. എല്ലാവരും നോക്കും, എല്ലാ പയ്യന്മാരും. ഇതാണ് ഇവിടുത്തെ മെയിൻ വഴി. ഈ പാറയിൽ കൂടെ ചാടി വേണം പോകാനായിട്ട്. കൊള്ളാല്ലേടാ പൂസേ, അഡ്വഞ്ചർ ട്രിപ്പ്. എല്ലാവരും ഇങ്ങനെ ഇറങ്ങി വരണുണ്ട് കേട്ടോ. നൈറ്റിനെ കൊണ്ട് ഷവിനെ ഇറങ്ങി വരെയാണ്. ജസ്റ്റ് ഒന്ന് അങ്ങോട്ടോ ഇങ്ങോട്ടോ പാളിയാൽ താഴെ കിടക്കും. എന്താ സത്യം പറഞ്ഞ ഹർത്താൽ ഇന്ന് ഇവിടെയാണ് കേട്ടാ. മീൻമുട്ടിയിലാണ് ഇവിടെ എല്ലാവരും ഹർത്താൽ എൻജോയ് ചെയ്യാൻ വന്നിരിക്കുന്നത്. വേറെ എവിടെ എൻട്രി ഇല്ലല്ലോ, വേറെ എവിടെ കയറ്റി വിടില്ല. അപ്പോൾ ഇവിടെ ആകുമ്പോൾ ഫ്രീ എൻട്രി ആണ്. ആർക്ക് വേണോ എപ്പോൾ വേണോ വരാം. കൊള്ളാം, നല്ല രസമുണ്ട്. ഇവിടുത്തെ വ്യൂ ആണോ? ഇതാണ് ഇവിടുത്തെ മെയിൻ വ്യൂ കേട്ടോ. നേരത്തെ നമ്മൾ മുകളിൽ നിന്ന് കണ്ട സെയിം സാധനമാണ് ഇവിടെ താഴെന്ന്. വേണ്ട പയ്യന്മാരൊക്കെ നോക്കിയാണ് എൻജോയ് ചെയ്യണം. അവനൊക്കെ കുളിച്ച് അറന്നറിയും. അത് കണ്ട പയ്യന്മാരൊക്കെ ആ വെള്ളച്ചാട്ടത്തിൻ്റെ അകത്തുണ്ട് കേട്ടോ. കണ്ട ഈ ഒരു വെള്ളച്ചാട്ടം. പിന്നെ ഇവിടെ ഒരു അടിപൊളി മരം നിൽപ്പുണ്ട് കേട്ടോ. പേരാല് നിൽപ്പുണ്ട്. കൊള്ളാം. എല്ലാവരും ഇതുവഴി ഇങ്ങനെ ചാടി കയറി വെള്ളത്തിൽ ചാടുകയാണ് കേട്ടോ. കണ്ടാ ഇവിടെ നിന്ന് സൈഡ് ഓരം ഇങ്ങനെ പോയി ആ വെള്ളച്ചാട്ടത്തിൻ്റെ അകത്ത് കയറി കുളിക്കാൻ പറ്റും. അതാണ് ഇവിടുത്തെ പ്രത്യേകത. ഇതാ മാമി അപ്പൂസും കൂടെയൊക്കെ ആ വേരിൽ പിടിച്ച് ചാടി കയറാണ് കേട്ടാ. കേട്ടോ നല്ല ശക്തിയായിട്ടാണ് വെള്ളം വരുന്നത് കേട്ടോ. ഇവിടുത്തെ ഫോഴ്സിലാണ് വരുന്നത്. പക്ഷെ എല്ലാവരും ചാടി ഇറങ്ങി കുളിക്കുന്നുണ്ട്. നല്ല രസമുണ്ട്. അപ്പോൾ അടുത്ത ഹർത്താലിനെങ്കിലും നിങ്ങൾ ഇവിടെ വരണം കേട്ടോ. ടിക്കറ്റ് ഒന്നും ഇല്ല, ഫ്രീ ആണ്. നൈസ് മോളെ, ഹർത്താൽ എങ്ങനെ ഉണ്ടായിരുന്നു? ഹർത്താൽ എങ്ങനെ ഉണ്ടായിരുന്നു? ഇനി നമുക്കൊരു ഐസ്ക്രീമും കൂടെ കഴിച്ച് വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യാം അല്ലേ? നൈസ് എങ്ങനെ ഉണ്ട്? സൂപ്പർ. അപ്പോൾ നമ്മുടെ ഹർത്താൽ ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ നമ്മൾ ഇവിടെ വെച്ച് വൈൻഡ് അപ്പ് ചെയ്യാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ എല്ലാവരും ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഓക്കെ, ടാറ്റാ. ഓക്കെ.